ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വർഷം കൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഈ വർഷം ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, പുകവലി നിർത്തും, വായന തുടങ്ങും. ഡിസംബർ 31 ചില ചേട്ടന്മാർ വെള്ളവടി നിർത്തുന്ന പോലെ. പക്ഷെ ഒന്നും നടക്കാറില്ല. കാരണം തീരുമാനമെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ നടപ്പിലാക്കാൻ വലിയ പ്രയാസമാണ്. 2024 പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഫ്രഷ് സ്റ്റാർട്ട് എഫക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പുതിയ വർഷം, ജന്മദിനം അല്ലെങ്കിൽ ഒരാഴ്ച തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ലാൻഡ് മാർക്സിൽ ആളുകൾക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടും. ഒരു ലോങ് റണ്ണിന് ശേഷം ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. പക്ഷെ തുടക്കത്തിലുള്ള ഈ ആവേശം കണ്ടിന്യൂ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചിലർക്ക് പറ്റുന്നതാണ് ഓപ്റ്റിമിസം ബയസ്. എല്ലാം പോസിറ്റീവായി തന്നെ നടക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം. ഇത് അല്പം അമിതമായി പോകുമ്പോൾ ഒരാൾ റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ് സെറ്റ് ചെയ്യും. ഉദാഹരണത്തിന് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരാൾ വല്ലാതെ മോട്ടിവേഷൻ വന്നിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് പ്രോഗ്രാമിംഗ് പഠിച്ച് എക്സ്പേർട്ട് ആകുമെന്ന് തീരുമാനിക്കുന്ന പോലെ. ചിലർക്കാണെങ്കിൽ ഡിസിഷൻ ഫാറ്റിക് എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് ഒടുവിൽ ഏറ്റവും മോശം തീരുമാനം എടുക്കും. ചില റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന പോലാണ്. ഒരു മെനുവിൽ നിന്ന് അടുത്തയിലേക്ക് പോയി ഒടുവിൽ നമ്മുടെ ബ്രെയിൻ തന്നെ ടയേർഡായിട്ട് ഒടുവിൽ എന്തെങ്കിലും ഒരു മെനു സെലക്ട് ചെയ്തിട്ട് പോകും. ഒരുപക്ഷെ അതിനേക്കാൾ ബെറ്റർ ഐറ്റംസ് ഉണ്ടായിരിക്കും. സോ എപ്പോഴും നമുക്ക് സാധിക്കുന്ന എന്നാൽ ചലഞ്ചിങ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വേണം എടുക്കാനായിട്ട്. പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്നയാൾ ഞാനിതിൽ മാസ്റ്റർ ആകും എന്നുള്ള ഗോളല്ല ആദ്യമേ എടുക്കേണ്ടത്. ഞാൻ ആദ്യം ബേസിക്സ് പഠിക്കും, കൂടുതൽ വർക്ക് ചെയ്ത് നോക്കും, ഒടുവിൽ എക്സ്പീരിയൻസ്ഡ് ആകും, കുറേ നാളുകൾക്ക് ശേഷം മാസ്റ്റർ ആകും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഗോളായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്താൽ ഒന്നും നടക്കില്ല. അതുപോലെ ഒരു വലിയ ഗോളാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ഗോൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ അടുത്ത വർഷം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകും എന്നാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പ്രോഗ്രാമിംഗ് ബേസിക്സ് പഠിക്കും, അൽഗോരിതവും ഡാറ്റ സ്ട്രക്ചേഴ്സും പഠിക്കും, ജാവ സ്ക്രിപ്റ്റ് പഠിക്കും. അങ്ങനെ ചെറിയ ഗോളുകളായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാം. വേണമെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റും വയ്ക്കാം. മറ്റൊന്ന് ഹാബിറ്റ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പമല്ല. വൈകി എഴുന്നേക്കുന്ന ഒരാൾ, അയാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മുതൽ നേരത്തെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ അയാൾ ഒരു 2 മാസം സ്ഥിരമായിട്ട് അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റു എന്ന് കരുതുക. അത് പതിയെ അയാളുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നീട് ഒരു അലാറത്തിന്റെ ആവശ്യം പോലും വേണ്ടാന്ന് വരും. ഹാബിറ്റ് ലൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നൊരു ട്രിഗറാണ്. ഉദാഹരണത്തിന് നേരത്തെ എഴുന്നേക്കാൻ ഒരു അലാറം വെക്കുക, അല്ലെങ്കിൽ വായന തുടങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ എപ്പോഴും കാണുന്ന രീതിയിൽ ഒരു പുസ്തകം വെക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് എഴുതി വെക്കുക. അങ്ങനെ എന്തും ആവാം. ഈ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം ആക്ഷനാണ്. ഇതാണ് റൊട്ടീൻ അല്ലെങ്കിൽ ദിനചര്യയായിട്ട് മാറുന്നത്. അതായത് എഴുന്നേൽക്കുക, പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ കോഡിംഗ് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അടുത്തത് റിവാർഡാണ്. നിങ്ങൾ ഈ ചെയ്ത കാര്യം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫീൽ തരുന്നുണ്ട്. യെസ്, ഐ ഡിഡ് ഇറ്റ്. ഈ ഫീലാണ് വീണ്ടും അടുത്ത ദിവസം ഇത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സോ ഈ ട്രിഗർ, റൊട്ടീൻ, റിവാർഡ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. അത് പറയുന്ന അത്ര എളുപ്പമല്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ ട്രാക്ക് വിട്ടുപോകും. പക്ഷെ വൺസ് നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്ത് ഇത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും. പക്ഷേ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന നമ്മുടെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രോക്രാസ്റ്റിനേഷനാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നാളത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്ന ഏറ്റവും തിരക്കുള്ള സമയത്തായിരിക്കും. എനിക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ KSEB ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്ന ഇനി 1-2 ആഴ്ച ഉണ്ടല്ലോ എന്നാണ്. പക്ഷെ പിന്നെ ഞാനത് ഓർക്കുന്നത് ഇതിൻ്റെ ഡിസ്കണക്ഷൻ ഡേറ്റിൻ്റെ അന്നോ അതിൻ്റെ തലേദിവസമൊക്കെ ആയിരിക്കും. സോ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രിയോറിറ്റിയും സെറ്റ് ചെയ്യും. പക്ഷേ ആളുകൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം, മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത് ഓർക്കുകയാണ്. നിങ്ങളോടൊരു സുഹൃത്ത് വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് ഗൗരവത്തിലെടുത്തെന്ന് വരില്ല. പക്ഷെ വ്യായാമം ചെയ്ത് ഭാരം കുറച്ചില്ലെങ്കിൽ നിങ്ങളൊരു 6 മാസത്തിൽ തട്ടിപ്പോകുമെന്നൊരു ഡോക്ടർ പറയട്ടെ, പിറ്റേ ദിവസം അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റ് ഓടും. കാരണം സർവൈവലാണ് ഇത് ജീവിക്കും പ്രധാനം. അതിനെ ബാധിക്കാത്തിടത്തോളം കാലം നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കും. ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ധൈര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലരുണ്ട് ചത്താൽ ഇംഗ്ലീഷ് സംസാരിക്കില്ല, പേടിയാണ്. ആരെങ്കിലും കളിയാക്കുവോ, ഗ്രാമർ ശരിയാവുമോ? ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു കണ്ണാടി നോക്കി അവനവനോടെങ്കിലും. കാരണം കണ്ടിന്യൂസ് ആയ ആക്ഷൻസ് കൊണ്ടേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കണോ, വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണോ, കോഡ് ചെയ്തേ പറ്റുള്ളൂ. ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡേർട്ടി. വെറുതെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ 2024 വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നാൽ പോരാ. യു ഹാവ് ടു ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മറ്റൊന്ന്, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ നേടിയ അറിവിൽ ഒരിക്കലും നമ്മൾ തൃപ്തിപ്പെടരുത്. ഓരോ ദിവസവും നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കണം. മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് അറിവെന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാതെ, മനസ്സിലാക്കാതെ ഒരു ദിവസവും കടന്നു പോകരുത്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കണം. ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചിലർ പാസ്റ്റിൽ ജീവിക്കുന്നവരാണ്. പഴയ കാര്യങ്ങൾ, പഴയ ജീവിതം, ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. നൊസ്റ്റാൾജിയ കേൾക്കാൻ രസമുള്ള കാര്യമാണ്, പക്ഷേ നമ്മളെ അത് എവിടെയും കൊണ്ട് എത്തിക്കില്ല.
വേറെ ചിലരുണ്ട്, അവർ ഫ്യൂച്ചറിനെ പറ്റി അനാവശ്യമായിട്ട് ആശങ്കയുള്ളവരാണ്. നാളെ എന്തായിരിക്കും, നാളെ എന്ത് സംഭവിക്കും, നാളെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. സോ നല്ല ഫ്യൂച്ചർ ഉണ്ടാകുന്നത് നല്ല പ്രസൻറ്റിൽ നിന്നാണ്. ഈ മൊമെൻറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അർത്ഥം പ്ലാനിങ് വേണ്ട, ആഗ്രഹങ്ങൾ വേണ്ട, ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കേണ്ട എന്നൊന്നുമല്ല. ഫ്യൂച്ചറിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകണം. പക്ഷേ ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാം. സോ പ്രസൻറ്റിനെ കറക്റ്റാക്കി കൊണ്ടുപോവുക. ഫ്യൂച്ചർ തനിയെ കറക്റ്റ് ആയിക്കോളും. പരിചയമില്ലാത്തൊരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ലൈഫ്. എല്ലാ വഴിയും ഇങ്ങനെ മുൻകൂട്ടി പഠിച്ച് യാത്ര ചെയ്യണമെന്നും ചിലപ്പോൾ പറ്റില്ല. ഇപ്പോൾ പോകുന്ന വഴി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നാൽ മതി, ശരിയായ സ്ഥലത്ത് എത്തിക്കോളും. 2023 പിന്നിട്ട് നമ്മൾ 2024 പക്ഷെ ഒരുപാട് പേർക്ക് ഈ 2023 കവർ ചെയ്യാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ നല്ല സമയമെന്നോ ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ അതോ അല്ലെങ്കിൽ യാദൃശ്ചികതയോ എന്നൊക്കെ പറയുന്ന ഈ കാര്യം നമ്മളെ കുറച്ചുകൂടെ ലൈഫിനെ ഗൗരവത്തിലെടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ എൻജോയ് ലൈഫ്. ജീവിതം പോലെ മനോഹരമായിട്ടുള്ള മറ്റൊന്നുമില്ല. സോ യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഹാസ് ടു ബി യുവർ ലൈഫ് ആൻഡ് യുവർ ഫാമിലി. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. അതിനേക്കാൾ വലിയ പ്രിഫറൻസ് ഒന്നിനും കൊടുക്കരുത്. ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ മടി കാണിക്കരുത്. നമ്മൾ പ്രൊഫഷണൽസിന് പലപ്പോഴും ഇത് പറ്റാറില്ല. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ മടിക്കരുത്. ആദ്യം നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. സോ സ്വന്തം ആരോഗ്യം, അറിവ്, പേഴ്സണാലിറ്റി ഇതൊക്കെ മെച്ചപ്പെടുത്താൻ കൂടെ നമ്മൾ ടൈം കണ്ടെത്തണം. സോ ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റു വീഡിയോസുമായി കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.